വഞ്ചിയൂർ കോടതി വളപ്പിൽ വെച്ച് യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് പിടിയിൽ. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്നാണ് തുമ്പ പോലീസ് പ്രതിയെ പിടികൂടിയത്. വഞ്ചിയൂർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെയാണ് സീനിയർ അഭിഭാഷകനായ ബെയിലിൻ മർദ്ദിച്ചത്. കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ബെയിലിൻ ദാസിനെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ശ്രമിക്കുന്നതിനിടെയാണ് പ്രതി പിടിയിലായത്. ചൊവ്വാഴ്ച വഞ്ചിയൂർ മഹാറാണി ബിൽഡിംഗിലുള്ള ഓഫീസിൽ വെച്ചായിരുന്നു യുവ അഭിഭാഷകയെ മർദ്ദിച്ചത്. ശ്യാമിലിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ഇതോടെ ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. തിരുവനന്തപുരം സെഷൻ കോടതിയിലാണ് ജാമ്യാപേക്ഷ നൽകിയത്. ഇത് പരിഗണിക്കാനിരിക്കെയാണ് ഇപ്പോൾ ബെയിലിൻ ദാസ് പിടിയിലായിരിക്കുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതേസമയം ഗുരുതരമായി പരിക്കേറ്റിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവാത്തത് വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. സഹപ്രവർത്തകർക്ക് മുൻപിൽ വെച്ചാണ് യുവതി ആക്രമിക്കപ്പെട്ടത്. സ്ത്രീകളുടെ അന്തസ്സും അഭിമാനവും കേരളത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഒരു സ്ത്രീക്കെതിരെ തലസ്ഥാനത്ത് തന്റെ മൂക്കിനു താഴെ അതിക്രമമുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാവാത്ത ഗൗരവമായ കാര്യമാണെന്ന് വിമർശനം ഉന്നയിച്ചിരുന്നു. സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസ് നേരത്തെയും മർദ്ദിച്ചിട്ടുണ്ടെന്നാണ് വഞ്ചിയൂർ കോടതിയിൽ മർദ്ദനമേറ്റ ജൂനിയർ അഭിഭാഷക ശ്യാമിലി വെളിപ്പെടുത്തിയത്. താൻ ഗർഭിണിയായിരിക്കെയും സീനിയർ അഭിഭാഷകന്റെ മർദ്ദനമേറ്റിട്ടുണ്ട്. ഇന്ന് നീ ആരോടാ സംസാരിക്കുന്നുവെന്ന് ചോദിച്ച് മുഖത്തടിച്ച് നിലത്തടിക്കുകയായിരുന്നു. വീണ് കിടന്നിട്ടും എല്ലാവരുടെയും മുന്നിൽ വെച്ച് വീണ്ടും മർദ്ദിച്ചുവെന്ന് ശ്യാമിലി പറഞ്ഞു. പണം ഞങ്ങൾ തരും. മർദ്ദനത്തിന് ശേഷം പരാതിപ്പെടുമെന്ന് ബെയിലിൻ ദാസിനോട് പറഞ്ഞു. ബെയിലിൻ ഓഫീസിൽ നിന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞ് താൻ തടുത്തു. അപ്പോൾ വീണ്ടും മർദ്ദിച്ചുവെന്നും ശ്യാമിലി പറഞ്ഞു. നേരത്തെയും ഇത്തരത്തിൽ സീനിയർ അഭിഭാഷകൻ പെരുമാറിയിട്ടുണ്ട്. ദേഷ്യത്തിൽ പ്രതികരിച്ചിട്ട് പെട്ടെന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോകും. മുഖത്തേക്ക് ഫയലുകൾ വലിച്ചെറിയും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് മർദ്ദിക്കും. പിന്നാലെ അതേ സാഹചര്യത്തിൽ ക്ഷമയും പറയും. ബെയിലിൻ ദാസിന്റെ പീഡനം സഹിക്കവയ്യാതെ ജൂനിയേഴ്സ് ഓഫീസിൽ നിന്ന് പോയിട്ടുണ്ട്. സംഭവത്തിൽ നിയമപരമായി മുന്നോട്ട് പോകും. ബാർ കൗൺസിലിലും ബാർ അസോസിയേഷനിലും പോലീസിലും പരാതി നൽകുമെന്നും ശ്യാമിലി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബെയിലിൻ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നില്ല. ഇതിന് നിരവധി പേരാണ് വിമർശനവുമായി മുന്നോട്ട് വന്നത്. പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്.